വെൽക്കം ടു അവർ ചാനൽ ലേണിംഗ് ബ്രെയിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബയോളജിയിലെ സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ വാട്ട് യു മീൻ ബൈ സെൽ ഓർ ഡിഫൈൻ സെൽ എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും എഴുതേണ്ടത്? അതായത് നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, സെൽ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് ഗിവ്സ് ദ ഡെഫിനിഷൻ ഓഫ് സെൽ ഓർ വാട്ട് യു മീൻ ബൈ സെൽ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. The cell is the structural and functional unit of life. പിന്നീട് വരുന്നൊരു കാര്യം സെൽ തിയറിയെ കുറിച്ചാണ്. അതായത് 4 പോയിൻറ്റ്സ് ആണ് സെൽ തിയറിയിൽ മെയിനായിട്ട് വരുന്നത്. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് ഓൾ ലിവിങ് ബീങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അതായത് എല്ലാ ജീവനുള്ള വസ്തുക്കളും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ് ദ സെൽ ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ബോഡി. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ definition ആയിട്ട് എഴുതാം. The cell is a structural and functional unit of the body. And the third point is all cells are basically alike in chemical composition and metabolic process. Basically ആണ് പറയുന്നത്. ബേസിക്കലി എല്ലാ ലിവിങ് ബീങ്സിലും ഉള്ള സെല്ലുകൾ, മേജർലി എല്ലാ സെല്ലുകളും കെമിക്കൽ കോമ്പോസിഷനിലും സെയിം ആയിരിക്കും, മെറ്റബോളിക് പ്രോസസ്സിലും സെയിം ആയിരിക്കും തുടക്കത്തിൽ. Then the last point, which is the fourth one, all living beings arises from a pre-existing cell. അതായത് ഉള്ള ഒരു സെല്ലിൽ നിന്നായിരിക്കാം പുതിയ 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 സെല്ലുകൾ ഉണ്ടാവുകയും പിന്നെ അത് കൂട്ടം ചേർന്ന് ടിഷ്യൂസ് പിന്നെ ബാക്കിയുള്ള ഓർഗൻ സിസ്റ്റം ലെവലിലേക്ക് വരെ പോകുന്നത്. അപ്പം once again repeating the 4 points about the cell theory. The first thing is that all living beings are made up of cells, and cell is the structural and functional unit of life. All living beings arise from a pre-existing cell. All living cells are basically alike in chemical composition and metabolic processes. പിന്നീട് പറയുന്ന കാര്യം ലാർജർ ആൻ ഓർഗാനിസം. അതായത് ഒരു ഓർഗാനിസം ലാർജർ ആണെങ്കിൽ, അതായത് വലിയ ഓർഗാനിസം ആണെങ്കിൽ നമ്പർ ഓഫ് സെൽസും വലുത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പം സൈസ് ഓഫ് ദ ഓർഗാനിസം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ദ സെൽസ്. വലിയ സൈസുള്ള ഓർഗാനിസം ആണെങ്കിൽ അതിലുള്ള സെൽസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ചെറിയ ഓർഗാനിസം ആണെങ്കിൽ അതിലുള്ള കാണപ്പെടുന്ന എണ്ണം സെൽസിൻ്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനെ ഒരു സെല്ലുള്ള രണ്ടാൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, സം ലിവിങ് തിങ്സ് ആർ ഫോംഡ് ഓഫ് ജസ്റ്റ് വൺ സെൽ. ഒരു സെല്ല് കൊണ്ടായിരിക്കും ഇവർ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇവർ ഡിവൈഡ് ചെയ്ത് പല 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 ആളുകളായിട്ട് മാറും. എക്സാമ്പിൾ ബാക്ടീരിയ. നമുക്കറിയാം ബാക്ടീരിയ ഒരെണ്ണം ഉണ്ടെങ്കിലും പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ഡിവിഷൻ ഭയങ്കര പെട്ടെന്നായിരിക്കും. വിത്തിൻ 24 hours അത് ഒരുപാട് ആളുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരു സെല്ലാണ്. അപ്പം ഒരു ഒറ്റ സെല്ലുള്ള ആളെന്ന് പറയുന്നത് ബാക്ടീരിയ, അമീബ. 2 എക്സാമ്പിളാണ് ലിവിങ് ഓർഗാനിസംസ് which are formed with one cell, bacteria, amoeba, while large plants and animals are composed of billions of cells. അല്ലേ, ഒരുപാട് സെല്ലുകളുള്ള ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ലിവിങ് ഫോമിൻ്റെ എക്സാമ്പിൾ നമുക്ക് പ്ലാന്റ്സ് എഴുതാം, അനിമൽസ് എഴുതാം. പിന്നീട് എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്? നമ്മൾ കേട്ടിട്ടുണ്ട് യൂണി മീൻസ് വൺ ആൻഡ് മൾട്ടി മീൻസ് മെനി. സോ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾസിൽ വരുന്ന ആൾക്കാരാണ് അമീബ, പാരമീഷിയം, ബാക്ടീരിയ, ക്ലമൈഡോമോണാസ്, ഓൾ ദീസ് തിങ്സ്. മൾട്ടി സെല്ലുലാറിൽ നമുക്ക് വാൾ വോക്സ്, റോസ്, മസ്കീറ്റോ, മാംഗോ, അതായത് ട്രീസ്, വേറെ അനിമൽസ് ഫോംസിലൊക്കെ ഉള്ളവരെ എഴുതാം അല്ലേ. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഫോർ ക്വസ്റ്റ്യൻ കംസ് ബേസിക്കലി വരുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. 2 മാർക്സിനായിരിക്കും ജനറലി വരുന്നത്. അതിലൊരു ഡെഫിനിഷൻ എഴുതണം പ്ലസ് എക്സാമ്പിൾസ്. സോ ലിവിങ് ഓർഗാനിസംസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി വൺ സിംഗിൾ സെൽ, ഓൺലി എ സിംഗിൾ സെൽ, വൺ എന്ന് എഴുതാം അല്ലെങ്കിൽ ഒരു സിംഗിൾ സെൽ, ആർ കോൾഡ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. മീൻസ് ദോസ് ഇവർ ലിവിങ് ആണ്, ലിവിങ് എന്ന് എഴുതണം. പിന്നെ അവർ സിംഗിൾ സെൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയേക്കുന്നത്. എക്സാമ്പിൾ അമീബ, പാരമീഷിയം, ബാക്ടീരിയ, ക്ലമൈഡോമോണാസ്. ദ സെക്കൻഡ് ഇസ് മൾട്ടി സെല്ലുലാർ. എന്താണെന്ന് മൾട്ടി പോലെ തന്നെ മെജോറിറ്റി ഓഫ് ദ ലിവിങ് ഓർഗാനിസംസ് അല്ലേ, ഒരുപാട് ലിവിങ് ഓർഗാനിസംസ്, ഒരു ഭൂരിഭാഗം വരുന്ന ലിവിങ് ഓർഗാനിസംസ് എന്താണ്, മൾട്ടി സെല്ലുലാർ ആണ്. വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൻസ് ഓർ ബില്യൻസ് ഓഫ് സെൽസ് ആണ് അല്ലേ. എക്സാമ്പിൾസ് വാൾവാക്സ്, റോസ്, മസ്കീറ്റോ, മാംഗോ, ഹ്യൂമൻസ് എക്സെട്ര. അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസിൽ വരുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ICC പാറ്റേണിൽ ചോദിക്കാൻ പറ്റുന്നൊരു
ക്വസ്റ്റ്യൻ ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഡെഫിനിഷൻ പഠിക്കണം, എക്സാമ്പിൾസും പഠിക്കണം.